നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റി പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മറികടന്നിട്ടാണ് റയൽ മാഡ്രിഡ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. എന്നാൽ ഇന്ന് ബയൺ മ്യൂണിക്കുമായിട്ട് റയൽ കളിക്കുമ്പോൾ എന്ത് തരത്തിലുള്ളൊരു പ്രകടനമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആഞ്ചലോട്ടി പറഞ്ഞത് മികച്ചൊരു പോരാട്ടം ഇന്ന് നടത്തിയെങ്കിൽ മാത്രമേ വിജയിച്ച് കയറാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ്. പക്ഷേ റയൽ വളരെ വിചിത്രമായൊരു ടീമാണ്, വിയേർഡായിട്ടുള്ളൊരു ടീമാണ്. നമ്മൾ കരുതുന്ന പോലെയല്ല. എപ്പോൾ വേണമെങ്കിലും അവർ കാര്യങ്ങൾ മാറ്റിമറിക്കും എന്ന് പറഞ്ഞത് ബെർണാഡോ സിൽവയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം ബെർണാഡോ സിൽവ TNT സ്പോർട്സിനോട് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾക്കാണ് ഇപ്പോൾ ആഞ്ചലോട്ടി മറുപടിയും പറഞ്ഞിരിക്കുന്നത്. അന്ന് വിചിത്രമായ ടീമാണ് റയൽ മാഡ്രിഡ്, എ വിയേർഡ് ടീം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചത്, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കളിയെ നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ ഔട്ട് ഓഫ് നോവെയർ അവർ ഒരു പക്ഷേ വളരെ വേഗത്തിൽ 2 കൗണ്ടർ അറ്റാക്കുകൾ അങ്ങ് നടത്തും, 2 ഗോളുകൾ അങ്ങ് അടിക്കുകയും ചെയ്യും. കാരണം അവരുടെ പ്ലെയേഴ്സ് ഇൻഡിവിജ്വലി വളരെ ഗുഡായിട്ടുള്ള പ്ലെയേഴ്സാണ്. അവർ വളരെ വേഗതയുള്ളവരാണ്, വളരെ സ്ട്രോങ് ആണ്, കൗണ്ടർ അറ്റാക്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ അവർക്കെതിരെ കൂടുതൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവർ കൗണ്ടർ അറ്റാക്ക് തന്ന് നിങ്ങൾക്ക് പണി തരികയും ചെയ്യും. നിങ്ങൾ അവരെ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തോന്നും ആ ടീമിനെതിരെ ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. സോ ഗെയിമുകളിൽ സ്മോൾ ഡിസിഷൻസ് എടുക്കുക എന്നത് എളുപ്പമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചുരുക്കത്തിൽ റയലിനെതിരെ ഏത് ടീം കളിക്കുമ്പോഴും ആ ടീം ഗെയിം കൺട്രോൾ ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന ഘട്ടത്തിൽ പോലും തിരിച്ചടിക്കാൻ കപ്പാസിറ്റിയുള്ള ടീമാണ് റയൽ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വിചിത്രമാണ്, വിയേർഡായിട്ടുള്ള ടീമാണ് എന്ന് പ്രയോഗിക്കുകയും ചെയ്തു. അപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആഞ്ചലോട്ടിയോട് ഇത് ചോദിക്കുന്നു. അപ്പോൾ ബെർണാഡോ സിൽവ ഞങ്ങൾ വിയേർഡായിട്ടുള്ള ടീമാണെന്ന് പറയുന്നു, പക്ഷേ എനിക്കറിയില്ല. ആഞ്ചലോട്ടി പറയുകയാണ് എനിക്കറിയില്ല. പക്ഷേ ഹിസ്റ്ററി, ചാമ്പ്യൻസ് ലീഗിൽ ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് ബെർണാഡോയോട് ഒന്നും പറയാനില്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് ഒരു മറുപടിയും പറയാനില്ല. ഇത് ഫുട്ബോളാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ എന്നാണ് ആഞ്ചലോട്ടി അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഫുട്ബോളിൽ വിജയിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള തന്ത്രങ്ങളും ഉപയോഗിക്കുന്നയാളാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി. അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഫോർമേഷനുകളും ശൈലികളും ഒക്കെ ഉപയോഗപ്പെടുത്തും. അതിനുള്ള കപ്പാസിറ്റി ഉള്ളയാളാണ്. നേരത്തെ ബയേണിനെയും പരിശീലിപ്പിച്ചിട്ടുള്ള ആളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആഞ്ചലോട്ടിയിൽ നിന്ന് ഇത് നമുക്ക് റയലിനെ വിജയിപ്പിക്കാൻ എന്ത് തന്ത്രം പ്രതീക്ഷിക്കാം? അത് വിചിത്രമാകുമോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.